ആ നിലവിളി ശബ്ദം പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എബൌട്ട് ടേൺ അടിച്ചിട്ട് നാട് വരെ പോയിട്ട് വരണം. ഇത്തവണ റെയിൽവേ ഭഗവാന്മാരാരും കനിയാത്തോണ്ട് നമുക്ക് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് പോകേണ്ടി വന്നു. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാടിന്റെ ആ ഒരു മോർണിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു വൈബാണ് കേട്ടോ. പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ നമ്മളിതാ പട്ടാമ്പി ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ബസ്സിലുള്ള ചേട്ടന്മാര് വേടന്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. വേടൻ സോങ്സിന്റെ പ്ലേലിസ്റ്റ് ആയിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നത്. പട്ടാമ്പി എത്തി. ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പാട്ടാ ഓർമ്മ വരുന്നത്? ഗേറ്റ് അടഞ്ഞതുകൊണ്ടേ ട്രെയിൻ പോകുന്നതും ഇവന് കാണാൻ പറ്റി. എത്ര വലുതായാലും ശരി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഫാസിനേഷൻ ആണല്ലോ എപ്പോഴും. ട്രെയിൻ പോകുന്നത്, ആകാശത്തൂടെ ഫ്ലൈറ്റ് പോകുന്നത്, ഇതൊക്കെ ഇങ്ങനെ വായം പൊളിച്ച് ഇപ്പോഴും നോക്കി വെക്കും അല്ലേ? എന്തായാലും നമ്മൾ നമ്മുടെ പട്ടാമ്പി വീട്ടിൽ എത്തിക്കഴിഞ്ഞു. വിശപ്പിന്റെ ഒരു നീണ്ട വിളി ഓൾറെഡി വന്നതുകൊണ്ടേ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കുള്ള ദോശ 3 ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കണേന്ന്. കാരണം അമ്മയ്ക്ക് ചൂടോടെ ഉണ്ടാക്കി തരാനാണ് ഇഷ്ടം. പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. അങ്ങനെ ചടപടയുന്ന അമ്പലത്തിലൊക്കെ തൊഴുതു വന്ന് വേഗം റെഡി ആയിട്ട് ഇതാ നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞു ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ വെന്യൂയിലേക്ക്. ഈ മനോഹരമായ റിസോർട്ടാണ് നമ്മുടെ ഇത്തവണത്തെ ഫാമിലി ഗെറ്റ് ടുഗെദറിന്റെ വെന്യൂ. ആനമല സെറിനിറ്റി ഹോം സ്റ്റേ എന്നാണ് ഇതിന്റെ പേര്. ആനമല എന്ന് തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാൻ മറന്നു കേട്ടോ. തിരുവല്ലാമലയിലാണ് കേട്ടോ സംഭവം. തിരുവല്ലാമല അമ്പലത്തിന്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ട് വരും. ഒരു ഫാമിലി ഓൺ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. നമ്മൾ ചെന്നപ്പോഴേക്കും ഓൾറെഡി കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അഷ്ടുവിൻ്റെ അമ്മയുടെ സൈഡിലുള്ള ഫാമിലിയും അമ്മയുടെ സിബ്ലിങ്സും അവരുടെ ഫാമിലിയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ഒരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തത്. ഇതാണ് അഷ്ടുവിൻ്റെ അമ്മ, എല്ലാവർക്കും അറിയാം. അപ്പുറത്ത് നിൽക്കുന്ന അഷ്ടുവിൻ്റെ അമ്മയുടെ അനീത്തിയാണ്. ഇത് നമ്മുടെ സിതാരോ പോൾ, ഇത് ഹർഷ. പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ സ്റ്റാർ ഓഫ് ദ ഗെറ്റ് ടുഗെദർ എന്ന് പറയാം. ഇവന് സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടി ധൃതിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയി, ലഞ്ച് റെഡിയായി, നമുക്കുള്ള ചോറും കൂട്ടാനും ഉപ്പേരിയും എല്ലാം റെഡിയാക്കി അവർ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു നാടൻ ഊണ് നമ്മൾ നല്ല ചൂട് സാമ്പാറൊക്കെ കൂട്ടി വേഗം വേഗം കഴിച്ചു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹോംലി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. സർവീസ് വളരെ നല്ലതായിരുന്നു. ഇവിടെ ഒരു നെയ്ത്തശാല ഇട്ട് കേട്ടോ നമുക്ക് കയറി കാണാം. ഇവര് നല്ല പട്ടുസാരിയൊക്കെ നെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചേച്ചി ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവർ നെയ്തെടുത്ത പട്ടുസാരികൾ വാങ്ങുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇത്. എങ്ങനെയാണ് പട്ടുസാരികളൊക്കെ എങ്ങനെ നെയ്തെടുക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇത് കണ്ടോ, ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമില്ലേ? നല്ല ഡാർക്ക് ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ. ഏകദേശം ഇങ്ങനെയാണ് വരിക അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക്. പിന്നെ ഒരുപാട് ആൻറ്റീക്ക് ഐറ്റംസിൻ്റെ ഒരു എംപോറിയം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ടായിരുന്നു. ഒരാളിവിടെ കുറച്ച് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ എപ്പോഴാ പോവാന്ന് ചോദിച്ചുകൊണ്ട്. അതാണ് മുഖത്ത് അങ്ങനെ ഒരു വിഷമം. അവിടെ ഓൾറെഡി കുറച്ച് ഗസ്റ്റ് കുളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അവരൊന്ന് കുളിച്ച് പോയിട്ട് നമുക്ക് പോവാന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഇവിടെ റെസ്റ്റോറൻറ്റിൽ ചായയും നല്ല ചൂട് പഴംപൊരിയൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്ന് നമ്മൾ കഴിച്ചു. ഇവിടെ 2 ടെൻറ്റ് പോലത്തെ റൂമുകളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ആ സമയത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടിയപ്പോഴേക്കും എന്തായി, മഴ അങ്ങോട്ട് പെയ്തു. നല്ല ഉഗ്രൻ മഴയായിരുന്നു, കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ. അപ്പോൾ കുറച്ച് സമയം എടുത്തു ഈ മഴയൊക്കെ ഒന്ന് തോരാനായിട്ട്. അപ്പോൾ മഴ പെയ്താൽ നമുക്ക് എന്ത് വേണം? നല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ എന്തെങ്കിലും വേണം അല്ലേ. പിന്നെ ജോൺസൺ മാഷിൻ്റെ കുറച്ച് പാട്ടും. അങ്ങനെ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ജോൺസൺ മാഷിൻ്റെ പാട്ടുകളും ഒക്കെ ആയിട്ട് ആകെ തകൃതിയായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫിഷ് സ്പാ ഉണ്ട് കേട്ടോ. ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് വീഡിയോന്റെ തുടക്കത്തിൽ ഒരു നിലവിളി ശബ്ദം കേട്ടില്ലേ, അതുണ്ടായത്.
അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് യശോദേന്ന് പറഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ തുടങ്ങി. ഞാൻ ചാടിയില്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഒരുപാട് പേരുള്ള സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനായിട്ട് കുറച്ച് OCD പ്രശ്നമുണ്ട്. നമ്മള് അമ്മമാരോട് എല്ലാവരോടും ഒരു റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെറ്റ് സാരി, സെറ്റ് മുണ്ട് ഇതെല്ലാം ബാൻഡാണ്, എല്ലാരും സൽവാർ തന്നെ ഇടണം എന്ന് പറഞ്ഞു. അപ്പൊ ചിലരൊക്കെ ആദ്യമായിട്ട് സൽവാർ ഇടുന്നവരുണ്ട് കേട്ടോ. നാട്ടുകാരെന്തു പറയും, കുടുംബക്കാരെന്തു പറയും എന്ന് വിചാരിച്ചാണ് നമ്മുടെ അമ്മമാരൊക്കെ ചില ചെറിയ സന്തോഷങ്ങൾ വരെ വേണ്ടെന്ന് വെക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ബാക്കി എല്ലാവരും ഡിന്നറും കഴിഞ്ഞ് ഉറങ്ങാൻ പോയിട്ടും നമ്മളിതാ രാവിലെ 3 മണിക്ക് മ്യൂസിക്കൽ സെഷൻ ആണ്. ഇത് അരുൺ 1, ഇത് അരുൺ 2. നമുക്ക് അഷ്ടമൂർത്തിയും 2 പേരുണ്ടായിരുന്നു കേട്ടോ. ഇവര് 2 പേരും അളിയന്മാരാണ്. നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അളിയനോടെ ശ്രുതി ശരിയല്ല, സംഗതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാളരാഗത്തിൽ PhD എടുത്ത ഈ മഹാൻ. പക്ഷെ സത്യത്തിൽ ഇവനാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിലെ എന്റർടൈനർ നമ്പർ 1. രാത്രി എത്ര വൈകി ഉറങ്ങിയാലും രാവിലെ നേരത്തെ എണീക്കുന്ന ഒരു അസുഖം നിങ്ങൾക്കുണ്ടോ? എനിക്കത് കലശലായിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ 10 മണി വരെയും 11 മണി വരെയൊക്കെ ഉറങ്ങുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഷോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവർക്കെന്ന്. നെക്സ്റ്റ് ഡേ കുറച്ചും കൂടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊന്നും ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ പിറ്റേ ദിവസം വന്നത്. എന്തായാലും ഇത്രയും ആളുകൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ഗെറ്റ് ടുഗെദറിന് വന്നപ്പോഴേക്കും എല്ലാവരുടെയും അഭിപ്രായം കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കൂടണം എന്ന് തന്നെയായിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ പറയുക, ചിരിക്കുക, നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുക. പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് ആ മെമ്മറീസ് ഒക്കെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് സന്തോഷിക്കുക. ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ലൈഫിൽ ഓർക്കാനായിട്ടുണ്ടാവുക. പിന്നെ ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗെദേഴ്സ് കൂടിയാണ് ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് തീർത്തിട്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി റിലേഷനൊക്കെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ലൈഫിലെ ചെറിയ സന്തോഷങ്ങളൊക്കെ എല്ലാവരുടെയും കൂടെ സെലിബ്രേറ്റ് ചെയ്ത് വലിയ സന്തോഷങ്ങളാക്കി മാറ്റുകയും ചെയ്യാം. ഇതുപോലെ ഇവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതില് ഒരു ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് ഈ ഒരു ടോയ് ട്രെയിൻ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിക്നിക്കിന് പോയപ്പോൾ കയറിയതാണ് മിക്കവാറും ആൾക്കാർ. അതും കഴിഞ്ഞ് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമുക്ക് ലഞ്ചിന് അവർ ഒരു സദ്യയാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ അതിഗംഭീരമായിരുന്നു കേട്ടോ. സർവീസും വളരെ നല്ലതായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് അവരോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആനമല സെറീനിറ്റി ഹോം സ്റ്റേയിനോട് ബൈ പറയാം. അപ്പൊ ഞങ്ങളുടെ സ്റ്റേ ഓണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലസന്റ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം ബൈ പറയുന്നത് അയ്യോ പൂജ. ബൈ.